മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറെ തിരഞ്ഞെടുക്കപ്പെട്ട നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയമോ പക്ഷപാതമോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇതാണ് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രതിജ്ഞാവാചകമെന്ന് പറയുന്നത്. അവിടെയാണ് ഭരണഘടനയെല്ലാം പറയുന്നത്. അതാണ് ഇവിടെ ലംഘനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തോട് അല്പമെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മേയർ സ്ഥാനം രാജിവെക്കുക. മേയർ സ്ഥാനം രാജിവെക്കുമ്പോൾ മറ്റു കൗൺസിലർമാരുടെയും രാജി വരുമല്ലോ. മേയർ സ്ഥാനം ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മേയർ സ്ഥാനം രാജിവെക്കുക. കോടതിയുടെ വിമർശനത്തിനും കോടതിയുടെ ഉത്തരവിനും വിധേയമായ കൗൺസിലർമാരും രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതാണ് ജനാധിപത്യ മര്യാദ അനുസരിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള BJP കൗൺസിലറെ പുറത്താക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കള്ളക്കളികളും രേഖയടക്കം തിരുമറി നടത്തിക്കൊണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ മേയറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു പരാജയപ്പെട്ട കോർപ്പറേഷനായി BJPയുടെ കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ പോലും പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയുന്നില്ല. വെറും പ്രചരണത്തിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു കോർപ്പറേഷനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. ഇതിൽ സംസ്ഥാന ഗവൺമെൻറ് ഈ രണ്ട് സാഹചര്യങ്ങളിലും ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. സത്യപ്രതിജ്ഞ ഞായറാഴ്ചക്കുള്ളിൽ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ജനാധിപത്യപരമായും ഭരണഘടനാപരമായും ആണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിദ്വേഷം വെച്ചുകൊണ്ടല്ല പറയുന്നത്. രാഷ്ട്രീയപരമായിട്ടൊക്കെ അഭിപ്രായമൊക്കെ ഉണ്ട്. ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്യാം. അത് കോർപ്പറേഷൻ ഒളിച്ച് തലയിൽ കൊണ്ടിട്ടുകൊണ്ട് ആരും അറിയാതെ രഹസ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കോർപ്പറേറ്റ് കൗൺസിൽ ഹാളിൽ നോട്ടീസ് കൊടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യണം. ഞങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോർപ്പറേഷൻ്റെ ഈ വിധി ഇപ്പോൾ കോടതി വിധിക്ക് വിധേയമായ കൗൺസിലർമാർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കുകയും കോർപ്പറേഷൻ സെക്രട്ടറി അത് മേയറുമായി ആലോചിച്ചുകൊണ്ട് ഒരു സമയം നിശ്ചയിക്കുകയും ആ സമയത്തിലാണ് അത് കൗൺസിൽ ഹാളിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുമാണ്. ഇവിടെ ഇപ്പോൾ അതല്ല നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെ നോട്ടീസൊന്നും കൊടുത്തിട്ടില്ല. മറ്റെല്ലാ കൗൺസിലർമാരെയും കൗൺസിൽ യോഗമായിട്ട് വിളിക്കണമല്ലോ. കൗൺസിൽ യോഗമായിട്ട് തന്നെ വിളിച്ച് ചേർത്ത് മറ്റുള്ളവരെല്ലാവരും ചെയ്ത പോലെ ഈ കാര്യത്തിൽ ചെയ്യണം. ഒന്ന്. രണ്ട്, ഇതിൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മേയർ രാജിവെക്കണമല്ലോ. ഇപ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടല്ലോ. ഇപ്പം ഇനി സത്യപ്രതിജ്ഞ BJPയുടെ 20 കൗൺസിലർമാർ ചെയ്യുന്നതുവരെ ഇപ്പോൾ ഉള്ള ടോട്ടൽ സ്ട്രെങ്തിൽ നിന്ന് 20 കുറയുമല്ലോ. കൗൺസിലർഷിപ്പ് ഇല്ലല്ലോ അവർക്ക്. അപ്പം അതുകൊണ്ട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ. ഒരാൾ ജയിലിലുമാണ്. ജയിലിൽ ഈ കൗൺസിൽ വിളിക്കാൻ നീട്ടിക്കൊണ്ട് പോകുന്നത് തന്നെ ജയിലിൽ കിടക്കുന്ന കാപ്പ കേസ് പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ 2 കൗൺസിൽ തുടർച്ചയായിട്ട് ഹാജരായില്ല. മൂന്നാമത്തെ കൗൺസിലിന് ഹാജരാകാൻ വേണ്ടി പറ്റില്ല. അയാൾ ഡിസ്ക്വാളിഫൈ ചെയ്യണം. ഒന്ന് നഷ്ടപ്പെടും. ആ ഒന്ന് നഷ്ടപ്പെട്ടാൽ തന്നെ കോർപ്പറേഷൻ്റെ സ്ഥിതി പെരുങ്കലിലാണ്. അതായത് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നപ്പോൾ 2 പേരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. ഒരു കുന്നൂരി വാർഡ് കൗൺസിലറെ ഡിസ്ക്വാളിഫൈ ചെയ്ത് 3 യോഗത്തിൽ തുടർച്ചയായിട്ട് വരാത്തതുകൊണ്ട് വേറൊരു കൗൺസിലിൽ ഡിസ്ക്വാളിഫൈ ചെയ്തു. 3 യോഗത്തിൽ തുടർച്ചയായി വരാത്തതുകൊണ്ട് അതിൻ്റെ പ്രൊസീഡിങ്സ് ഇങ്ങനെയാണ്. അത് കോർപ്പറേഷൻ്റെ സെക്രട്ടറി നോട്ടീസ് കൊടുക്കുക, നോട്ടീസിൽ മറുപടി വാങ്ങിയ ശേഷം ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുക. അത് എല്ലാ രേഖയും ഇന്നിപ്പോൾ രേഖ തിരിമറി നടത്തുന്നതിന് വേണ്ടി രേഖ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അറ്റൻഡൻസ് ബുക്ക് പോലും തിരുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അത് അയാളുടെ കയ്യിലല്ലേ മിനിറ്റ്സ് ബുക്ക് ഇരിക്കുന്നതാണ്, വാങ്ങിച്ച് ഒപ്പിട്ടാൽ മതിയല്ലോ. മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ പിന്നെ മേയറാണല്ലോ. രേഖകൾ തിരുത്തിയിട്ടുണ്ടാവുമല്ലോ. കാരണം അവിടെ ആ കൗൺസിൽ ഹാളിൽ ഉണ്ടായിരുന്ന എല്ലാ കൗൺസിലർമാർക്കും അറിയാവുന്നതാണല്ലോ ഇയാൾ പിന്നെ പങ്കെടുത്തിട്ടില്ലെന്നുള്ളവരും. അയാൾ കാപ്പ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒളിവിലായിരുന്നല്ലോ. അയാൾ ആകെ പിന്നെ കിട്ടിയെന്ന് വെച്ചാൽ അയാളെ വെടിവെച്ച് കീഴ്പ്പെടുത്തിയല്ലേ അറസ്റ്റ് ചെയ്തു. അയാളെ വീട്ടിൽ ചെന്ന് വെടിവെച്ച് കീഴ്പ്പെടുത്തിയല്ലേ ആകാശത്തേക്ക് വെടിവെച്ച് കീഴ്പ്പെടുത്തിയിട്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തത്. അത്ര വലിയ ഭീകരനാണ് BJP കൗൺസിലർ. അല്ല, ഈ ഭരണഘടനയോട് നടത്തിയിട്ടുള്ള വെല്ലുവിളി ഈ വിധിയിൽ വന്നിട്ടില്ലല്ലോ. അല്ല, ഇന്നിപ്പം നോട്ടീസ് കൊടുക്കാതെ രഹസ്യമായി വെച്ചുള്ള ഒരു പിന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് വരുത്തി തീർത്ത് മേയറുടെ രാജിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സംബന്ധിച്ച് ആലോചിക്കും.